നമസ്കാരം. ഇന്ന് നമ്മൾ മീൻ മേടിച്ചു. മീനുണ്ട്, പിന്നെ മീൻ കൂട്ടാൻ വെച്ചു, വറുത്തരച്ച് കൂട്ടാൻ വെച്ചു, മീൻ വറക്കാൻ വെച്ചു. പിന്നെ നമുക്ക് പരിഞ്ഞിലില്ലേ, ഇപ്പം മീൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ പരിഞ്ഞിലും മുളകും കുരുമുളകും മുളക് പൊടി എല്ലാം കൂടെ ഞാൻ അരച്ച് ഈ തേങ്ങയും തിരുമ്മിയിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് വിരകി ഇനി നമുക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇലക്കകത്ത് വെച്ച് ഇതൊന്ന് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പം ചീനിച്ചട്ടി തന്നെ നമുക്ക് അടുപ്പ് കഴിയില്ല, അല്ലേ അടുപ്പത്ത് വെച്ചൊന്ന് കാണിച്ചു. അപ്പോൾ ഇത് ചൂടായതുകൊണ്ട് ഞാൻ പിന്നെ ഗ്യാസിൽ തന്നെ വെച്ചാൽ കാണിക്കുന്നത്. അപ്പം നമ്മുടെ മീൻ വറുത്തെടുത്തുകൊണ്ട് നമുക്ക് ഇതെടുക്കാം. അപ്പം നമ്മൾ മീൻ വറുത്തരച്ച് മാങ്ങ ഇട്ട് വെച്ച് അത് ഇടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിടാം. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി വെള്ളം, ഇത് ഈ ചട്ടി എടുക്കാതിരുന്നിട്ടാണെന്ന് തോന്നുന്നു, ഇളക്കാനൊരു ബുദ്ധിമുട്ട് കൊണ്ട്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ്, ഞാൻ ഒരു വെളിച്ചെണ്ണ എടുത്ത് വെച്ചു. ഒന്നുകൂടെ ഇളകുന്നെങ്കിൽ ഇളകിക്കോട്ടെ, ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ഇതൊന്ന് തിരിച്ച് ഞാൻ വെളിച്ചെണ്ണ ഇച്ചിരി കൂടെ ഒഴിച്ചപ്പം അത് ഇളകി വരുന്നു. അല്ലേ ഇത് ഇളകി വരത്തില്ല, ഇത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്കൊരു തുണി വെച്ച് പിടിച്ച് ഇളകി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഒരെണ്ണമൊക്കെ കടന്നു, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇളകി വരാൻ. സാരമില്ല, നമ്മൾ എടുക്കാതിരുന്ന പാത്രമില്ല, അതുകൊണ്ടായിപ്പോൾ ഇങ്ങനെ വന്നു. ഞാനിനി പരിഞ്ഞിൽ വറക്കാൻ നമുക്ക് ഒരില എടുത്തുകൊണ്ട് വരാം. നമ്മുടെ മത്തി ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ പരിഞ്ഞിലെടുത്ത് ഒന്നിതാക്കാം. നമ്മുടെ പരിഞ്ഞിൽ നമ്മളെടുത്ത് വെച്ച് ഇനി നമ്മൾ ഞാൻ ഇതുപോലത്തെ ഇലക്കകത്തോട്ട 2 ഇല എടുത്തിട്ട് ഈ ഇലക്കകത്തോട്ടാണ് നമ്മളിത് വാരി വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുന്നത്. നമ്മുടെ മത്തിയെല്ലാം നമുക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വെക്കുന്നു. കുറച്ചൊക്കെ പൊടിഞ്ഞ് പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ എന്നിട്ട് നമ്മൾ പരിഞ്ഞിൽ ഇതിൽ തന്നെ ചൂടാക്കുന്നു. മീനൊന്നും ഒരെണ്ണമൊക്കെ അങ്ങ് പൊടിഞ്ഞു, സാരമില്ല. അപ്പം നമ്മുടെ മീൻ എല്ലാം ഞാൻ എടുത്തു വെച്ചു. നമുക്ക് ഈ ഇല ആദ്യം ഇങ്ങനെ ഇങ്ങോട്ട് ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ വെച്ചേക്കണം. എന്നിട്ട് നമ്മുടെ പരിഞ്ഞിലില്ല, നമ്മൾ തേങ്ങായും ഒക്കെ ഇട്ട് വെച്ച് നമുക്കത് ഇങ്ങനെ ഇങ്ങോട്ട് ഇച്ചിരി ഏറെ ഉണ്ട്, നല്ലോണം ഇച്ചിരി ഏറെ. നമ്മളിതിനെ കുരുമുളക്, പച്ച കുരുമുളക് പറിച്ചുകൊണ്ട് വന്ന് അത് അരച്ചു, മുളക് പൊടി, ഒരു ശകലം മല്ലിപ്പൊടി, ഒരു ശകലം പെരിഞ്ജീരകം, ഒരു ഉള്ളി ഒക്കെ ഇട്ടാൽ ചേർത്താണ് നമ്മളിത് തോരൻ പോലാക്കി. അപ്പം നമ്മുടെ ഇതിവിടെ ഇരുന്ന് ഒന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ഇലയുണ്ടല്ലോ, നമുക്ക് ആ ഇലയിട്ട് അടച്ചു വെക്കും. ആ ഇലയിൽ അതിരുന്ന് ആവി കൊണ്ട് നല്ല ഏറ്റവും കുറച്ച് ഞാൻ തീയിലിട്ടിട്ട് അപ്പം അതവിടെ ഇരുന്ന് ഇലയൊന്ന് വാടട്ടെ. നമ്മുടെ പരിഞ്ഞിലപ്പം നമ്മൾ എന്താ നമുക്ക് ഈ ഒരു വശം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തിരിച്ചിപ്പറം ഇടാം. അപ്പം ഞാൻ വാഴയില ചെറുതായിപ്പോയി, എന്നാലും സാരമില്ല, നമുക്കിതൊന്ന് കമത്താം. കണ്ട കമത്തി കഴിഞ്ഞപ്പോൾ മുട്ടയപ്പം കണ്ട വന്നിട്ട് ഇനി ഇതും ഇങ്ങനെ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് അതൊന്ന് മുട്ടയുടെ ഇതായതായിരുന്നു, പക്ഷെ അത് നല്ലോണം ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ ഒന്ന് അടച്ച് ബാക്കിയും കൂടെ ഒന്ന് വേവട്ടെ. നമുക്കങ്ങനെ ചെയ്യാം. ആവശ്യവും കൂടെ ഒന്ന് വേവട്ടെ. അപ്പം നമ്മുടെ
മുട്ടത്തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ശകലം ഒന്ന് രുചിച്ച് നോക്കിയാലോ. നല്ല അടിപൊളി മുട്ടത്തോരൻ ചൂടാ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വരും. നല്ല ടേസ്റ്റുണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ മുട്ട എടുത്ത് തരുമായിരുന്നു. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എന്തിനാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ഇലയുടെ ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനൊക്കെ ഒത്തിരി കാലം കൂടിയായി ഇപ്പം ഇങ്ങനെ കൂട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിവിടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കി. ഇനി നമ്മൾ അടുത്ത വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ കൂട്ടാനെല്ലാം ആയി, ചോറുമെല്ലാമായി. ഇനി ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ വെച്ചിട്ട് ഉണ്ണണം. ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങൾ കുളിച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ ബൈ.